ഹായ് ഹലോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രെയിൻ ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം 4 ബ്രെയിൻ ഞാനിവിടെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി അതിന്റെ വെയിൻസ് എല്ലാം റിമൂവ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതില് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാവേ ഉള്ളൂ. ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അപ്പൊ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ആ മിക്സ് ചെയ്ത് വെച്ച ബ്രെയിൻ ഇതിലോട്ടൊന്ന് ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈ വേണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ചട്ടിയിൽ ചില്ലി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ 3 ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്. അത് ഇട്ട് എണ്ണയിൽ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിനെ ഒന്ന് അടച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി, ഒരുപാടിട്ട് അതിനെ ഒന്ന് വേവിക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോ ഒരു ചെറിയൊരു ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കുക്ക് ചെയ്യരുത്, അതിന്റെ കളറും മാറുകയും ചെയ്യരുത്. അതിനുശേഷം ഒരു ചെറിയൊരു ബൗൾ എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് ആ ഉള്ളിയിലോട്ട്, നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയിലോട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബ്രെയിന് എടുത്ത് ഇതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ സോസ് എല്ലാം ഒഴിച്ച് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പെരട്ടി വെച്ച ആ അരപ്പിന്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അതിൽ ഒഴിക്കുന്നുണ്ട്. അതൊന്ന് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ലാസ്റ്റ് ഒരു പിഞ്ച് ഷുഗർ ഇടുന്നുണ്ട്. അതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടീസ്പൂൺ, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രത്തോളം കുരുമുളക് പൊടിയൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിൻ ചില്ലി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.